ഏറെ ദുഃഖം നിറഞ്ഞ ഒരു പ്രഭാതം തന്നെയാണ്, സംശയമില്ല. വാൽപ്പാറ വാഹന അപകടം അത്രത്തോളം നമ്മളെ വല്ലാതെ വിറങ്ങലിപ്പിച്ചു കഴിഞ്ഞു. വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച 9 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയച്ചു. 12 മണിയോടെ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം നടപടികൾ പുലർച്ചെ 4 മണിയോടെയാണ്, ഇപ്പോൾ അല്പം മുമ്പാണ് അവസാനിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സർക്കാർ ഇടപെട്ട് വളരെ വേഗം ഈ നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ ഇന്നലെ മുതൽ തന്നെ നടന്നിരുന്നു. ജനപ്രതിനിധികളും മന്ത്രിമാരുമൊക്കെ വാൽപ്പാറയിൽ എത്തിയിട്ടുണ്ട്. പൊള്ളാച്ചി ടൗണിൽ തന്നെയുള്ള മദ്രസയിൽ എത്തിച്ചാണ് മതപരമായ ചടങ്ങുകളും മറ്റും പൂർത്തിയാക്കിയത്. കേരളം ഞെട്ടിയ ഒരു ദുരന്തം. ഒരു വിനോദസഞ്ചാരത്തിനായി പോയ, ഏറെ സന്തോഷത്തോടെ യാത്ര ചെയ്തിരുന്ന ഒരു കൂട്ടം ആളുകൾ, സഹപ്രവർത്തകരടക്കമുള്ളവരാണ് ഈ ദുരന്തത്തിന് ഇരയായത്. വലിയ വളവിലേക്ക്, ഏതാണ്ട് 300 അടി താഴ്ചയിലേക്ക് വാഹനം വീണാണ് ഈ അപകടം സംഭവിച്ചത്. ആ ദൃശ്യങ്ങളൊക്കെ ഏറെ ഭയാനകരമാണ്. നമുക്ക് ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യം പോകാം. കേരളത്തെ സങ്കടത്തിലാഴ്ത്തിയ ഒരു അപകടത്തിൻ്റെ അതിൻ്റെ ഒരു അവസാന യാത്രയിലേക്ക് എത്തുന്നു. വാൽപ്പാറ ദുരന്തത്തിലുണ്ടായ 9 പേരുടെ മരണം, അതിനുശേഷമുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പുലർച്ചയോടുകൂടി പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ മൃതദേഹങ്ങൾ സ്വദേശത്തേക്ക് പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കായി എത്തിയിരിക്കുന്നു. ഇപ്പോൾ മൃതദേഹങ്ങൾ ഓരോരുത്തരുടെ 9 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ ആംബുലൻസിലേക്ക് തയ്യാറാക്കി നിർത്തിയ ആംബുലൻസിലേക്ക് തമിഴ്നാട് സർക്കാർ പ്രത്യേകം ഏർപ്പെടുത്തിയ ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. ഇവിടെ സ്വദേശമായ പെരിന്തൽമണ്ണയിൽ നിന്നടക്കം നിരവധി ആളുകളാണ് ഇന്നലെ മുതൽ ഇവിടേക്ക് എത്തിയിരുന്നത്. ഇന്നലെ രാത്രി 12:00 പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയത്. അത് പ്രത്യേക ഉത്തരവ് നൽകിക്കൊണ്ട് രാത്രിയിലും പോസ്റ്റ്മോർട്ടം ചെയ്യുവാനുള്ള ഈ ഒരു അടിയന്തര സാഹചര്യവും ഈ അപകടത്തിന്റെ കാഠിന്യവും എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രത്യേക ഉത്തരവ് ഇറങ്ങുകയും അതിനുശേഷം ഈ 9 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു ഉത്തരവ് നൽകുകയായിരുന്നു. ഇതിനുശേഷം പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ നടപടികൾ പൂർത്തിയാക്കുന്നത്. അതിനുശേഷം ഇതിന് സമീപത്തുള്ള പൊള്ളാച്ചി ആശുപത്രിക്ക് സമീപമുള്ള മദ്രസയിലേക്ക് എത്തിക്കുന്നു. മുസ്ലിം മത വിശ്വാസികളായ 7 പേരുടെ മൃതദേഹങ്ങൾ, അത് മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് മയ്യത്ത് കുളിയും അതോടൊപ്പം തന്നെ മയ്യത്ത് നമസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഇതിൽ റംല, സുഹറ, അതോടൊപ്പം തന്നെ ഷക്കീന, മജീദ്, റുഖിയ, അതോടൊപ്പം തന്നെ സാജിദ, ഹിഷാം 12 വയസ്സുകാരനാണ്. സുഹറ ടീച്ചറുടെ മകനാണ് ഹിഷാം. ഇവരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ മയ്യത്ത് നിസ്കാരത്തിലേക്ക് ഇവിടേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടമടക്കം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടി തന്നെയാണ് വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ, നടപടികൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. തമിഴ്നാട് സർക്കാരും അതോടൊപ്പം തന്നെ കേരള സർക്കാരും ഒരുമിച്ച് ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ നടപടികൾ പൂർത്തിയാക്കുന്നു എന്നതാണ്. രാവിലെ 9 മണിയോടെയെങ്കിലും പെരിന്തൽമണ്ണയിൽ മൃതദേഹങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവിടെയാണ് പൊതുദർശന ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പൊതുദർശന ചടങ്ങുകളുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്ന് എത്തിയ നിരവധിയായ ആളുകൾ ഇവിടെയുണ്ട്. മയ്യത്ത് കുളിക്കടക്കം അവിടെ നിന്ന് സ്ത്രീകളടക്കം ഇവിടേക്ക് എത്തുകയും ശരീരം ശുചീകരിക്കുന്നതിന് വേണ്ടി അവരാണ് ഇത്തരം ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് പലരെയും തന്നെ ഫ്രെയിമിൽ കാണാം. പലരും കണ്ണീർ വാർത്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു വളരെ സന്തോഷകരമായ ഒരു യാത്ര അത് ഈ രീതിയിലേക്ക് ദുരന്ത പര്യവസാനിയായി മാറി എന്നതാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഇന്നലെയുണ്ടായിരുന്ന അപകടം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി അടക്കം ഈ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരു സ്കൂളിലെ തന്നെ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെട്ട ആളുകൾ, അവരൊരു കുടുംബം അടക്കമാണ് വിനോദയാത്രയ്ക്ക് പോയത്. ഇതിൽ 9 പേർ മരണപ്പെടുന്നു.
8 കുട്ടികൾ അടക്കം ഇതിൽ പെടുന്നു. അതോടൊപ്പം 4 പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ ഒരു 11 വയസ്സുകാരി മനസ്സിനെ ഇപ്പോൾ നാട്ടിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. മനസ്സിന്റെ പരിക്ക് അത്ര കണ്ട് ഗുരുതരമല്ലാത്തതുകൊണ്ട് നാട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. മറ്റ് 3 പേരും കോയമ്പത്തൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ഇടപെടൽ ഇവരുടെ കാര്യങ്ങളിലെല്ലാം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ആരോഗ്യസ്ഥിതി, പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം വേഗത്തിലാക്കുക. ഒപ്പം വളരെ പെട്ടെന്ന് തന്നെ അവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളടക്കം ചെയ്യുക. നടപടികളടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നതെല്ലാം തന്നെയായിരുന്നു വളരെ പെട്ടെന്ന് നടത്തുകയും ചെയ്തത്. തമിഴ്നാട് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ കേരള പോലീസിൻ്റെയും ഒരു എസ്കോർട്ട് ഇതിന് മൃതദേഹങ്ങളുമായി പോകുന്ന 9 ആംബുലൻസ് വാഹനങ്ങൾക്കുണ്ട്. കേരള അതിർത്തി വരെ തമിഴ്നാട് പോലീസിൻ്റെ എസ്കോർട്ട് കൂടി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കേരള അതിർത്തിയിൽ വെച്ചിട്ട് ഇവിടേക്ക് കേരള അതിർത്തിയിൽ കേരള പോലീസ് അനുഗമിച്ച് തുടങ്ങുക. എന്തായാലും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്നു എന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടലടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് നടപടികൾ അത് പൂർത്തിയാക്കിയിരിക്കുന്നത് വലിയൊരു ഇടപെടൽ ഉണ്ടായി അല്ലേ? എല്ലാവരും തന്നെ ഇവിടെ നിന്നുള്ളൊരു സഹായം സംസ്ഥാന ഗവൺമെന്റുകൾ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റുമായി ഇടപെട്ടു. രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ തമിഴ്നാട് ഗവൺമെന്റ് കേരള ഗവൺമെന്റിന്റെ റിക്വസ്റ്റ് വളരെ മാതൃകാപരമായി നടപ്പാക്കി. ഇവിടെ ഒരു മഹല്ല് കമ്മിറ്റി സാവിപള്ളി അവരെല്ലാം ഇന്നലെ ഈ ഇൻസിഡന്റ് ഉണ്ടായത് മുതൽ ഇപ്പൊ ഇവിടുന്ന് ഈ സമയം വരെ ഇതിന്റെ എല്ലാ ഘട്ടത്തിലും വളരെ ആത്മാർത്ഥമായിട്ടാണ് കൂടെ നിന്നത്. ഞങ്ങൾ അവരോട് പറഞ്ഞു ഇതൊരു മാതൃകാപരമായിട്ടാണ് ഇടപെട്ടത്. കൊണ്ടുപോകുന്നതിന് കേരള പോലീസിന്റെ പൈലറ്റ് തന്നെയുണ്ട്. ഗോപാലപുരം ചെക്ക് പോസ്റ്റ് വഴിയാണ് മിക്കവാറും കൊണ്ടുപോകണമെന്ന് അവർ ആലോചിച്ചിട്ടുള്ളത്. അപ്പോ വളരെ വളരെ നല്ല പൊതുദർശനത്തിന് അവിടെ 9 ഫ്രീസറുകൾ പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ജില്ലാ ഭരണകൂടവും അതിന്റെ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ഈ പാലക്കാട് എത്തിയതിനു ശേഷം ചെറുപ്പശ്ശേരി വഴി പോകണമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതില് അവിടെ നമ്മുടെ 9 ആംബുലൻസുകൾ അവിടെയുണ്ട്. അവിടെ നിന്ന് പൊതുദർശനം 1 മണിക്കൂർ ഇവരുടെ കുട്ടികൾ നാട്ടുകാർക്കൊക്കെ കണ്ട് അവരുടെ വീടുകളിലേക്ക് പോകാനുള്ള എല്ലാ സജ്ജീകരണവും സംസ്ഥാന ഗവൺമെന്റും നാട്ടുകാരും എല്ലാം ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. വലിയ സഹായം. അതായത് അതാണ് നമ്മൾ കാണേണ്ടത്. മനുഷ്യൻ എന്ന് പറയപ്പെടുന്നതിന്റെ എല്ലാ അന്തസ്സും അവർ കാണിച്ചു. വളരെ മാതൃകാപരമായിട്ടാണ് തമിഴ്നാട്ടിലെ ജനം ഇതിനെ സമീപിച്ചത്. ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് അവിടെ മോർച്ചറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളിൽ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കാൻ വളരെ കോപ്പറേറ്റീവായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് രാപ്പകൽ ഉറക്കമൊഴിച്ചു നിന്നു എന്ന് നമുക്ക് പറയാം. ഒരു ഇൻസിഡന്റിനെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ളത് തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സാഹചര്യത്തെ, അടിയന്തര സാഹചര്യത്തെ എങ്ങനെ അഭിമുഖീകരിക്കാം, മനുഷ്യൻ എന്ന ഒരു വലിയ വികാരം അത് ഭാഷയ്ക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ അതിർവരമ്പുകൾക്കും എല്ലാം തന്നെ അപ്പുറമാണ്. അതിൻ്റെ ഒരു ഇടപെടൽ വലുതാണ്. അതാണ് നമ്മൾ ഈ അപകടത്തിൽ, വാൽപ്പാറ ദുരന്തത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ആ രീതിയിലുള്ള ഒരു ഇടപെടൽ അതിൽ ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ കേരള പോലീസ് തന്നെയും ഇവിടെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരോടും തന്നെ അവർ നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഇപ്പോൾ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു. ഇനി പൊതുദർശനത്തിന് അടക്കമുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് കടക്കുകയാണ്. ഏതായാലും കേരളത്തെ ദുരന്തത്തിലാഴ്ത്തിയ, കേരളത്തിലെ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തിയ, നൊമ്പരപ്പെടുത്തിയ ഒരു അപകടം, അതിൻ്റെ ഒരു അവസാന യാത്രയിലേക്ക് 9 പേരും കടന്നിരിക്കുന്നു എന്നതാണ്. പൊള്ളാച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.